മത സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖന്മാരെ ഉൾക്കൊള്ളിച്ച് പ്രതിഭകളെ പങ്കെടുപ്പിച്ച് ഗാംഭീര്യത്തോടുകൂടെ അത് നിർവഹിക്കുന്നത് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ധാരാളം ലക്ഷ്യങ്ങളുടെ പൂരണത്തിന് വേണ്ടിയാണ് ഈ സാഹിത്യോത്സവം. എൻ്റെ പരിമിതമായ ചിന്തയിൽ നിന്ന് ബോധ്യപ്പെട്ട എത്താനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഈ ആത്മീയ സദസ്സിൻ്റെ മുമ്പാകെ കേൾപ്പിക്കുകയാണ്. സാഹിത്യോത്സവ് ഓരോ നാടുകളിലും അതിൻ്റെ ഗാംഭീര്യത്തോടുകൂടെ വ്യവസ്ഥാപിതമായി നിർവഹിക്കുന്നത് പ്രധാനമായും 10 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നാമതായി പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചമൽക്കാരവും സൗന്ദര്യവും മനോഹാരിതയും വിശാരതയും സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. രണ്ടാമതായി കൂട്ടായ്മയിൽ ചേർന്നു നിൽക്കലാണ്, സംഘടനയിൽ പ്രവർത്തിക്കലാണ് വിജയനിധാനം എന്ന വലിയ പാഠം സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. മൂന്നാമതായി മൂല്യങ്ങൾ നഷ്ടപ്പെട്ട കലകൾക്കിടയിൽ നിന്ന് മൂല്യമുള്ള കലകളെ ഉയർത്തി കാണിക്കാനും കലകളുടെ മൂല്യങ്ങളെ സമൂഹത്തിന് പ്രദർശിപ്പിക്കാനും വേണ്ടിയാണ്. നാലാമതായി സമൂഹത്തിൻ്റെ വേദനകളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും സമസ്യകളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും തുറന്നു പറയാനുള്ള പ്രചോദനത്തിന് വേണ്ടിയാണ്. അഞ്ചാമതായി രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരബോധമുള്ള പൗരധർമ്മമുള്ള മാതൃകാ പൗരന്മാരെ സൃഷ്ടിക്കാനും സംവിധാനിക്കാനും വേണ്ടിയാണ്. ആറാമതായി അലക്ഷ്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലും കലാലയങ്ങളിലും കോളേജുകളിലും ലക്ഷ്യമോദമില്ലാതെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ദിശാബോധം നൽകാൻ വേണ്ടിയാണ്. ഏഴാമതായി സൗഹൃദത്തിൻ്റെ നന്മയുടെ കൂട്ടുകെട്ടിന് സുഹൃതത്തിൻ്റെ സൗഹൃദ ബന്ധങ്ങൾക്ക് വലിയ പാഠവും വലിയ പ്രചോദനവും നൽകാൻ വേണ്ടിയാണ്. എട്ടാമതായി ബാധ്യതകളെ ഉത്തരവാദിത്തങ്ങളെ വളരെ ഗാംഭീര്യത്തോടുകൂടി ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള മാതൃക പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒൻപതാമതായി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പാരമ്പര്യ ശബ്ദം അതിൻ്റെ പൈതൃക നറുമണം ഈ ലോകത്ത് നിലനിർത്താൻ വേണ്ടിയാണ്. പത്താമത്തേത് അതാണ് സാഹിത്യോത്സവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ശരീരങ്ങളാണ് ഇവിടെ മേളിച്ചതെങ്കിലും ആത്മാവിന് വേണ്ട വിഭവങ്ങളാണ് പറയുന്നത്. പത്താമത്തെ ലക്ഷ്യം ആത്മീയതയിൽ നിന്ന് ഇലാഹി ചിന്തകളിൽ നിന്ന് അകന്ന് വറ്റി വരണ്ടുപോയ ഹൃദയങ്ങളിലേക്ക് ആത്മീയതയുടെയും ഇലാഹി ചിന്തയുടെയും അല്ലാഹ് എന്ന ആലോചനയുടെയും നറുമണവും മധുരവും നീരുറവയും സമർപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബോധ്യത്തോടുകൂടെ സലക്ഷ്യം ഓരോ കാര്യങ്ങളും നിർവഹിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.